ഹലോ ഗെയ്സ്, അപ്പം നമ്മൾ ഈ കുട്ടിപ്പട്ടാളം എല്ലാം ആയിട്ട് നമ്മളൊരു സാധനം പറിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മുടെ കർക്കിടക മാസം ആരംഭമായിട്ടുണ്ട്. അപ്പോൾ അതിന് പറ്റിയ ഒരു ഏലത്തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടിപ്പട്ടാളം എല്ലാം ആയിട്ട് പോകുന്നത്. വേഗം തോന്നിയൊരു തോന്നലാണ് കേട്ടോ. അങ്ങനെ പോയി പറിച്ചതാണ്. കർക്കിടക മാസത്തിൽ കുറേ ഇലകളൊക്കെ കഴിക്കണമെന്ന് നമ്മളെല്ലാവരും പറയും. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് നമ്മുടെ പത്തിലത്തോരൻ കേട്ടോ. അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ള എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. കാണാത്തവരൊക്കെ എൻ്റെ പ്ലേലിസ്റ്റായ കർക്കിടകം എന്ന് നോക്കിയാൽ മതി, അതിനകത്തുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി. അപ്പയുടെ വീടാണ് കേട്ടോ ഇത്, അപ്പച്ചിയുടെ വീട്. ഇവിടെ കുറേ ചേന നട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇലയെല്ലാം നല്ല മൂത്തതാണ്. കുറച്ച് എളുപ്പമായിട്ട് നിൽക്കുന്ന ഇലയും തണ്ടും ഒക്കെയാണ് നമുക്ക് തോരനും കറിയും ഒക്കെ ഏറ്റവും ഉത്തമം. ഈ ചേന എന്ന് പറയുമ്പോൾ നട്ട് വളർന്നു വന്നതാണ്. അപ്പം ഇതിൻ്റെ ഇലകളൊക്കെ നല്ല മൂത്തതാണ് കേട്ടോ. അപ്പം നമ്മൾ ആ പറമ്പ് നിൽക്കുന്ന വെറുതെ കിളുത്ത് വന്ന കുറച്ച് ചേനകളുണ്ട്. അതിൻ്റെ ഇലയാകുമ്പോൾ നല്ല തളിരാണ്, തണ്ടും അതുപോലെ നല്ല ചെറുതാണ്. നമുക്ക് കറി വെക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. കർക്കിടക മാസത്തിൽ കുറച്ച് ഇലകൾ കഴിക്കേണ്ടാത്തതുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം കഴിക്കാൻ. മുരിങ്ങയില ഒന്നും കഴിച്ചുകൂടാ, അതിന് കട്ട് കൂടുതലാണ്. ചിലവർക്ക് ഏലത്തോരൻ എന്ന് പറയുമ്പോഴേ എന്തോ ഒരു അലർജി പോലെയാണ്. പക്ഷെ എനിക്ക് പണ്ട് തൊട്ടേ ഈ ഏലത്തോരൻ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി പറമ്പിലേക്ക് നോക്കുമ്പോൾ മൈസൂർ ചീര കാണും, ചിലടത്ത് വേറെ പേരായിരിക്കും അതിന്, സാമ്പാർ ചീര കാണും. എനിക്ക് ഇല ഇഷ്ടമുള്ളത് കൊണ്ടാണോ എന്തോ എനിക്ക് ഇല കാണുമ്പോൾ എപ്പോഴും കഴിക്കാൻ തോന്നും. മുരിങ്ങയിലയും അതുപോലെ തന്നെയാണ്, കറി വെക്കാനും തോരൻ വെക്കാനും ഒക്കെ ഒത്തിരി നല്ലതാണ്. മുരിങ്ങയില കറി വെക്കുന്നതിലും തോരൻ വെക്കുന്നതിലും ഒക്കെ നല്ലൊരു ടിപ്പ് എനിക്ക് അമ്മ പറഞ്ഞു തന്നിരുന്നു. നമ്മുടെ ചൂട് ചോറിൻ്റെ നടുക്കോട്ട് പച്ചയില മുരിങ്ങയില വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കുന്നതാണ് അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ഏറ്റവും നന്നായിട്ട് കിട്ടുന്നതെന്നാണ് അമ്മ പറഞ്ഞു തന്നത് കേട്ടോ. ആ ഒരു ചോറിൻ്റെ ചൂടിൽ അതൊന്ന് ചെറുതായിട്ട് വാടും. അപ്പം നമ്മളത് കഴിക്കുമ്പോൾ അതിനകത്തുനിന്ന് നല്ല ഗുണങ്ങൾ കിട്ടും നമുക്ക്. ചേനയില അതിൽ പെടുന്നതാണ് കേട്ടോ. കർക്കിടകത്തിൽ നമ്മൾ പത്തിലയിൽ ഏറ്റവും മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചേനയില. അപ്പം ചേനയില കഴിക്കുന്നത് കൊണ്ട് നമുക്ക് രക്തസമ്മർദ്ദം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അതുപോലെ എള്ളം തണ്ട് കിട്ടണം. ഇതിനി നമ്മൾ ചീവി എടുക്കണം കേട്ടോ, ഇങ്ങനെയല്ല. ചീവി എടുക്കണം. ഇതിങ്ങനെ നമ്മൾ മുരിങ്ങയിലൊക്കെ ഇല്ലേ, മുരിങ്ങയിലൊക്കെ ചീവുന്നത് പോലെ ഇതിന്റെ തണ്ട് നന്നായിട്ട് ചീവണം. ചീവുന്ന പോലെ ചീവി എടുക്കണം. ഇത് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? നമ്മുടെ ശരീരത്ത് അടിഞ്ഞു കൂടിയിരിക്കുന്ന കല്ല്, കൊളസ്ട്രോള്, പൈൽസ് അങ്ങനെയൊക്കെ ഉള്ള ഓരോ രോഗങ്ങൾക്കും ഇത് നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ തണ്ടാണെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ല വെക്കേണ്ടത്. അതിൻ്റെ വെക്കേണ്ട രീതി ഞാൻ പറഞ്ഞു തരാമേ. അപ്പം ഇതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. ചൊറിയും, അതിന്റെ കറ വീണ ചൊറിയും കേട്ടോ. കേറ്റിപ്പിടി. ഇതുണ്ടോ ശംഖുപുഷ്പം നിൽക്കുന്നുണ്ടോ? ഇത് രണ്ട് സാധനമുണ്ട്. ആ കറ വീഴ്ത്തരുത്, പൊടിച്ചത്. നീ എന്താ പറഞ്ഞ? ശംഖുപുഷ്പോ ഇതെന്തോന്നറിയോ നിനക്ക്? ചോദിക്കും, മാമി പറഞ്ഞു തരും. ഇതാണ് നമ്മുടെ എന്താ തലമുടിക്ക് കറുപ്പ് നിറം തരുന്ന എന്താണിത്? നീലിയാമരി. എന്തെങ്കിലും സംശയം ഉണ്ടോ ഏതെങ്കിലും ചെടിയെ പറ്റിട്ട്? ഇന്ത്യ ഏറ്റവും പടി വരൂ, കൈ പിടിക്കൂ. സംഭാവന ഗാനഭൂഷണം നെയ്യാറ്റിൻകര ഗോപൻ. ചൊറിഞ്ഞോളൂ. അപ്പം ഇനി നമുക്കിത് അരിഞ്ഞ് തോരൻ വെക്കാം. ബാക്കിയുള്ള കാഴ്ചകൾ ഇനി അത് നിർത്തിക്കാം. ഇത് കാട്ടിലൊക്കെ നിന്നതല്ലേ. നമ്മളെങ്ങോട്ട് പോകുന്നത്? ചേനത്തണ്ട് കഴുകാൻ. ഇതിന്റെ ഇത്രയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ തൊലി ഇങ്ങനെ കളയണം. നമ്മളിൻ്റെ തൊലി ഇതുപോലെ കളയുമ്പോൾ നമ്മൾ ചേന ചൊറിയുന്നത് പോലെ ചെറിയൊരു ചൊറിച്ചിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് സൂക്ഷിച്ചും കണ്ടും ചെയ്യണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ചൊറിയും.
ഇത് വലിച്ച് കളഞ്ഞ് കഴിയുമ്പോൾ ഒരു വഴക്കമാണ് കേട്ടോ. അതായത് നമ്മൾ ആ ചേനത്തൊലിയൊക്കെ ചെത്തി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകത്തില്ലേ എന്ന് പറയുന്ന പോലെ ഒരു ചെറിയ വഴക്കമാണ് ഇതിന്. അങ്ങനെ ഇതിൻ്റെ തണ്ടും കുറച്ച് കൊത്തി അരിഞ്ഞു. അതിനുശേഷം അതിൻ്റെ ഇലയും നല്ല രീതിയിൽ അരിഞ്ഞെടുത്തു കേട്ടോ. അരിയുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ നല്ല രീതിക്ക് അരിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ആ ഇലക്കൂട്ടാൻ കഴിക്കുമ്പോഴും വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു സൈസിൽ കട്ടി കുറച്ച് നേരിയ കട്ടിയിൽ നമ്മൾ എടുക്കണം. ഈ ഒരു സമയത്ത് പിള്ളേരെ എല്ലാം കൂടെ ഞാൻ കാന്താരി പറിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. എന്താവും ഒന്നും എനിക്കറിയത്തില്ല. എനിക്ക് ഇലത്തോരൻ വെക്കുമ്പം കാന്താരി അരച്ചതും കറിവേപ്പിലയൊക്കെ നിർബന്ധമാണ്. അതിനൊരു ടേസ്റ്റ് നൽകുന്നത്. നമ്മുടെ കാന്താരിയാണ് തോരനുകൾക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് നൽകുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ അവർ കാന്താരിയൊക്കെ പറിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഞാനതൊക്കെ അരിഞ്ഞു കഴിഞ്ഞ് ഏകദേശം ഒരു പരുവമൊക്കെ ആക്കി വെച്ചിരുന്നു കേട്ടോ. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ അരപ്പൊക്കെ റെഡിയാക്കണം. സാധാരണ നമ്മൾ എന്താണോ അരപ്പ് ഉപയോഗിക്കുന്നത്, അതായത് തോരൻ വെക്കാൻ നേരത്ത് കാന്താരി, മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ചതച്ചെടുത്തത് കേട്ടോ. അപ്പം നിങ്ങൾ തോരനൊക്കെ അരിയുമ്പോൾ ഏറ്റവും കട്ടി കുറഞ്ഞ് ഏറ്റവും ചെറിയ രീതിയിൽ അരിഞ്ഞു കഴിഞ്ഞാൽ തോരനൊക്കെ വെച്ച് കഴിയുമ്പോൾ കഴിക്കാൻ നല്ല രുചിയായിരിക്കും. ഇപ്പം നമ്മുടെ തോരനുള്ളതെല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് ഇതിന് വേണ്ട അരപ്പ്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. മിക്സിയിലൊന്നുമല്ല അരയ്ക്കുന്നത്, ഇതൊരു കല്ലിലാണ് അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഫുൾ ചതച്ചിട്ട് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇത് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള നമ്മുടെ സവോള അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെക്കാം. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. കടുവറ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് ഞാൻ കുഞ്ഞുള്ളിയുടെ അതാളത്തിന് സവോള കുഞ്ഞായിട്ട് അരിഞ്ഞു. കറിവേപ്പില ഇടണം. നമ്മുടെ ഈ മെയിൻ സാധനം ഇതിനകത്ത് മൊത്തം ഈ കറിവേപ്പില കുറെ പറിച്ചിട്ടിട്ടുണ്ട്. നീ അല്ലേടാ ഇത് പറിച്ചിട്ടത്? അപ്പം ഇനിയും ഇത് തിളച്ച് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് ഇത് ഇല നമുക്ക് ഇതിനകത്തോട്ട് കുട്ടി ചെയ്തെടുക്കാം. കുട്ടി ചെയ്തെടുക്കണേ. നമ്മളവിടെ കണ്ട ചേന ഇപ്പം ചട്ടിയിലായി. അരപ്പിച്ചിരി കഴിഞ്ഞിട്ടേ ഇടത്തുള്ളൂ കേട്ടോ. ഇതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം അയ്യത്തെ ചേന ചട്ടിയിലൊക്കെ ഇതിങ്ങനെ ഇതിപ്പോൾ അങ്ങ് നമ്മൾ എത്ര ഇല എടുത്തതാണ്. ഇപ്പോൾ ഒരു സ്പൂൺ ഇലയോളമായി അതങ്ങ് മാറും. 2 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ച് വയ്ക്കാം. തീ കുറച്ച് ഇതൊന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നില്ലേ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ അരപ്പൊന്ന് ഇതിൻ്റെ നടുക്കിട്ട് കൊടുക്കാവേ. അരപ്പിൻ്റെ പച്ചമണം മാറാനാണ്. ഇതാണ് നമ്മുടെ അരപ്പ്. ഇത് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി. കാരണം ഇലയിൽ നല്ല വെള്ളമുണ്ട്, തേങ്ങയ്ക്കും വെള്ളമുണ്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ കുഴിച്ചു വെക്കും. ഉപ്പുണ്ടോയെന്ന് അറിയത്തില്ല, ലാസ്റ്റിൽ നോക്കാൻ പറ്റും.